ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നൽകി ആദരിച്ച് കുവൈറ്റ്. വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യത്തിലെ നഷ്ടം കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി 71,000-ലധികം പേർക്കുള്ള നിയമനപത്രം നാളെ പ്രധാനമന്ത്രി കൈമാറും. തിരുവനന്തപുരത്തെ തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു. പ്രാദേശിക ജനതയെ മുൻനിരയിലെത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് മന്ത്രി പി പ്രസാദ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ പരമോന്നത ബഹുമതി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രിക്ക് കുവൈറ്റ് അമീർ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നൽകി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു രാജ്യം നൽകുന്ന 20ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണിത്. പുരസ്കാരം ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിനും കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിനും രാജ്യത്തെ ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബയാൻ പാലസിൽ കുവൈറ്റ് അമീറുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഔഷധം, IT, ഫിൻടെക്, അടിസ്ഥാന സൌകര്യം, സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി 71,000-ലധികം പേർക്കുള്ള നിയമനപത്രം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറും. വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് പരിപാടി. രാജ്യത്തെ 45 ഇടങ്ങളിൽ റോസ്ഗാർ മേളകൾ നടക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമനപത്രം കേന്ദ്ര സഹമന്ത്രി വിതരണം ചെയ്യും. സംസ്ഥാനത്തെ ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചീമേനിയിൽ ആരംഭിക്കുന്ന തോറിയം പ്ലാന്റ്, ബസ് സേവ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തതായി മന്ത്രി പറഞ്ഞു. PM बस सेवा ये भी एक प्रोजेक्ट है, यहाँ अभी लंबित है. यहाँ उसके ऊपर बहुत ज्यादा काम नहीं हुआ है, लेकिन 950 बस 920 बसों का यह स्कोप है चलने का. एक नई स्कीम इनको बताई गई है. मुख्यमंत्री जी ने कहा कि इसके ऊपर विचार करेंगे, उसका भी लाभ उठाएंगे, क्योंकि गवर्नमेंट ऑफ इंडिया कई प्रकार के इंसेंटिव्स उसमें देती है और उसमें बस सेवा होने के नाते से प्रदूषण भी कम होगा और इलेक्ट्रॉनिक चार्ज बसें जो है बैटरी चार्जिंग के माध्यम से बसें चलेंगी. केरला में उसका बहुत बड़ा उपयोग होगा, ऐसा एक विचाराधीन विषय आया है. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളുടെ നടത്തിപ്പ് കേന്ദ്രമന്ത്രി അവലോകനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രി മനോഹർ ലാലിന് കൈമാറി. വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കേരളത്തിൽ 10% താഴെയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ കടൽ തീരത്ത് തോറിയം അടങ്ങുന്ന മോണോസൈറ്റിന് വലിയ നിക്ഷേപം പരിഗണിച്ച് സ്ഥലം കണ്ടെത്തി നൽകിയാൽ തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ, കൊച്ചി മെട്രോ 3ാം ഘട്ടം എന്നിവയുടെ അനുമതി സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിക്ക് കൈമാറി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കൊച്ചിയിലെത്തും. കൊച്ചിയിൽ അദ്ദേഹം മെട്രോ റെയിൽ, വാട്ടർ മെട്രോ എന്നിവയുടെ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും. അടുത്ത ബാച്ച് KAS ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് KAS ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KAS ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളിൽ നിയമിച്ചത് പുരോഗമനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിയമാനുസൃതമായ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ആർജ്ജവം ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം നടന്നത്. മുണ്ടക്കൈ പുനരധിവാസ കരട് പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ട തങ്ക അങ്കി രഥഘോഷയാത്ര ഇലവുംതിട്ട പിന്നിട്ടു. ഭക്തജനങ്ങളുടെ വൻ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും ഘോഷയാത്രയ്ക്ക് ലഭിക്കുന്നത്. ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് സന്നിധാനത്തെത്തും. ശബരിമല മണ്ഡലപൂജയോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തങ്ക അങ്കി ഘോഷയാത്രയുടെ ഭാഗമായും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ. ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് 50,000 മുതൽ 60,000 വരെയായി ക്രമീകരിക്കും. സ്പോട്ട് ബുക്കിംഗ് 5,000 ആയി നിജപ്പെടുത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് പരമ്പരാഗത തീർത്ഥാടന പാതയിലൂടെ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിനും നിയന്ത്രണമുണ്ട്. നീതി ആയോഗ് പ്രഖ്യാപിച്ച ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ സെപ്റ്റംബറിലെ റാങ്കിംഗിൽ ദേശീയതലത്തിൽ കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്കിന് 2ാം സ്ഥാനം ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ ആസ്പിറേഷണൽ പ്രോഗ്രാം ഇന്ന് ഇന്ത്യയിൽ 500 ബ്ലോക്കുകളിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കേരളത്തിൽ നിന്ന് 9 ബ്ലോക്കുകൾ പരിപാടിയുടെ ഭാഗമാണ്. ആരോഗ്യം, പോഷകം, വിദ്യാഭ്യാസം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അടിസ്ഥാന സൌകര്യം, സാമൂഹ്യ വികസനം എന്നീ 5 വിശാല മേഖലകളിലെ 39 സൂചകങ്ങളിലെ വളർച്ചയാണ് ഈ പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. 2023 ഡിസംബർ റാങ്കിൽ സൌത്ത് സോണിൽ 1ാം സ്ഥാനവും ദേശീയ തലത്തിൽ 3ാം സ്ഥാനവും ജൂൺ 2023 ക്വാർട്ടർ കേരളത്തിൽ 1ാം സ്ഥാനവും പരപ്പ ബ്ലോക്ക് കൈവരിച്ചിരുന്നു. പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷനിൽ ആരംഭിച്ച കാനോയിംഗ് കയാക്കിംഗ് പരിശീലന ബോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്പോർട്സ് ആണ് ലഹരി പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം. കാനോയിംഗ് കയാക്കിംഗ് രംഗത്ത് ലോക ചാമ്പ്യന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് ബോട്ടുകൾ വാങ്ങി നൽകിയിരിക്കുന്നതെന്നും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയാണിതെന്നും മന്ത്രി പറഞ്ഞു. ക്രിസ്മസ് പുതുവത്സര കാലമായതോടെ സംസ്ഥാനത്തെ കേക്ക് വിപണികളിലും തിരക്കേറി. വീടുകളിലും വിദ്യാലയങ്ങളിലും ഓഫീസുകളിലുമെല്ലാം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം പൊടിപൊടിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേക്കുകളുടെ മധുരമില്ലാതെ ക്രിസ്തുമസും പുതുവത്സരാഘോഷവും പൂർണ്ണമാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നതിനൊപ്പം കേക്ക് വിപണിയും സജീവമാണ്. വിവിധ രുചികളിലും നിറങ്ങളിലും കേക്കുകൾ വിൽപ്പനയ്ക്കുണ്ടെങ്കിലും പ്ലം കേക്കുകൾ തന്നെയാണ് വിപണിയുടെ സിംഹഭാഗവും കൈയടക്കിയിട്ടുള്ളത്. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് കേക്ക് നിർമ്മാണത്തിന്റെ ചിലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കേക്ക് നിർമ്മാതാക്കൾ പറയുന്നു. പല വസ്തുക്കൾക്കും 80% വരെ വില വർദ്ധിച്ചു. എങ്കിലും കാര്യമായ വില വർദ്ധിപ്പിക്കാതെയാണ് കേക്കുകൾ വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ആഘോഷത്തോടടുക്കുന്ന വരും ദിവസങ്ങളിൽ കേക്ക് വിപണിയിൽ ഇനിയും തിരക്ക് വർദ്ധിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം. കൊച്ചിയിൽ രാത്രി 7:30 മത്സരം. നിലവിലെ പോയിന്റ് പട്ടികയിൽ കേരളം 11ാമതും മുഹമ്മദ് നസി 13ാമതുമാണ്. അതേസമയം മത്സരം കാണാനെത്തുന്നവരുടെ സൌകര്യാർത്ഥം കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഡൽഹിയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. യുവജനങ്ങളുടെ വ്യത്യസ്ത മേഖലകളിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പരിപാടിയാണ് കേരളോത്സവമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാ കേരളോത്സവം കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നൽകി ആദരിച്ച് കുവൈറ്റ്. വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യത്തിലെ നഷ്ടം കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി 71,000-ലധികം പേർക്കുള്ള നിയമന പത്രം നാളെ പ്രധാനമന്ത്രി കൈമാറും. തിരുവനന്തപുരത്തെ തൊഴിൽ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു. പ്രാദേശിക ജനതയെ മുൻനിരയിലെത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് മന്ത്രി പി പ്രസാദ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.